ചക്ക സീസൺ അല്ലേ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കാം. ഇതിനായിട്ടൊരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഞാനിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ സീസൺ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കിട്ടും ഇത്. പിന്നെ ഇത് സീസൺ ആയതുകൊണ്ട് ഞാനിതൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ചെറിയ കഷ്ണമാക്കണ്ട, അത് ഈ ഒരു പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ പണ്ടൊക്കെയുള്ളൊരു ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചല്ലേ എടുക്കുന്നത്. ഇപ്പോൾ ഇത് വേഗത്തിൽ വേകാൻ വേണ്ടിയൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് അങ്ങ് കുക്കറിയിട്ട് വേവിക്കുന്നത്. ഇതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ കയ്യിൽ തൂത്തിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് പുരട്ടി കൊടുത്താൽ മതി. അതിന് ഞാൻ കുക്കറിലേക്കിട്ട് വേവിക്കാൻ വെക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്, ശകല ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് കലക്കി വെച്ചിട്ട് നമുക്ക് 2 വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് വെന്ത് പോകേണ്ട, കുക്കറിനനുസരിച്ച് വേഗം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ ഒരുപാട് ബ്ലാൻ ആവത്തില്ല. നന്നായിട്ട് നമുക്കിതൊന്ന് ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് ഇടിച്ച് ഒരു ഫോർക്ക് കൊണ്ടാണെങ്കിലും മതി കേട്ടോ. ഇതൊന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് ഞാൻ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് പൊട്ടിക്കാം. ഒരു കഷ്ണം പട്ട, 1 ഗ്രാമ്പു, ഇച്ചിരി പെരുംജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ തീയലിനൊക്കെ അരിയില്ലേ, അതുകൂട്ടൊരു പരുവത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വാടാനായിട്ട് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയാൽ മതി. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ് ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിച്ചക്കയ്ക്ക് നന്നായിട്ട് തേങ്ങ ചേർക്കണേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, പിന്നെ വേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. ഒരു തോരൻ പരുവത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉള്ളി വഴന്നൊന്ന് നോക്കാമേ. ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് വിളവിളാന്നായി പോകില്ലേ വെന്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ വഴന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശകലം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് അരപ്പൊന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്, ഒരു ശകലം വെള്ളം ചേർത്താൽ മതിയേ. ഇനി നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം എല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴേക്ക് ഇതൊന്ന് വിടർത്തിയിട്ടിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്ക ചേർത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അരപ്പിനകത്തിൽ ഉപ്പ് ചേർത്തിട്ടില്ലേ. ഉപ്പും ചേർത്ത് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിച്ചതും കറിവേപ്പിലയും കൂടെ ഒന്നുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫ്ലേവർ മുന്നിൽ നിൽക്കണ്ടായി, അതുകൊണ്ടാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിട്ട് എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളം ഊറി വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. സാധനങ്ങളെല്ലാം ഓൾറെഡി വെന്തതല്ലേ, അതുകൊണ്ടാണ്. ഈ ഒരു പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.